ഞാൻ പറയുന്നത് അപ്പം ഇഷ്ടമില്ലാത്ത ഒരാൾ നിങ്ങളെ പോലത്തെ ഒരാളെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അത് ശരിയാണെന്ന് അയാൾക്ക് മനസ്സിലാകണമെങ്കിൽ 6 മാസം കഴിയണം. അത് നോക്കണ്ട. പിന്നെ ഇടക്കിടക്ക് മുന്നിലിരിക്കുന്നവർക്കുള്ളൊരു പണി ഇടക്കിടക്ക് കൊടുക്കണം. അത് നോക്കണ്ട. മുന്നിലിരിക്കുന്നവര് കഴിവില്ലാത്തവര്, ചായ കുടിച്ചാൻ വകയില്ലാത്തവര്, നിങ്ങൾക്ക് തന്ന ചായ നഷ്ടമായി എന്നൊക്കെ പറയും. അപ്പോൾ അതിലപ്പുറത്തൊന്നും ഇല്ലല്ലോ. എന്തായാലും ഖിയാമത്ത് നാളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവാചനേക്കാൾ അറിവുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. നിലവിൽ സദസ്സാലും കൊലപ്പെടുത്തും. പറയണ കേട്ടാൽ നിങ്ങൾ മാത്രം സമസ്തക്കാരും നമ്മളൊക്കെ ഇതിന്റെ പുറത്തുള്ള ആളുകളാണെന്ന് പറയണ കേട്ടാ തോന്നല്ലോ മുസ്ലിയാരെ. എന്താ നിങ്ങൾ പറയണത്? നിങ്ങൾ പറയണ കാര്യങ്ങളും അങ്ങനെയാണ്. ഷിയാക്കളെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരെ കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നടന്നാല് അതെല്ലാവർക്കും ദഹിക്കൂല. അവർ ഇസ്ലാമിന് പുറത്തു പോയ ആൾക്കാരെന്ന് തന്നെ പറയാം. അതിൽ യാതൊരു സംശയവുമില്ല. ഷിയാക്കൾ എന്ന് പറഞ്ഞാല് അലി റളിയല്ലാഹു അൻഹുവിനെയാണ് ഇവർക്ക് പ്രവാചകനായിട്ട് തന്നെ ഒരു കണക്കൂട്ടാൻ പോണത്. നബിനേക്കാൾ മുന്തിയത് അതായിരുന്നു. പിന്നെ അള്ളാഹ്ക്ക് മാറിപ്പോയതാണെന്ന് വരെ വിശ്വസിക്കുന്ന ആൾക്കാരാ. അപ്പോൾ ആ വിശ്വാസമുള്ള ആളുകളുടെ വിശ്വാസം അവരെക്കാൾ ഉത്തമം അലിയാണ് എന്ന് പറഞ്ഞിട്ട് കാറിയിട്ട് വർത്താനും കണ്ണുകൊണ്ടൊരു തള്ളലും തള്ളിയാലൊന്നും ആരും അതൊന്നും ഏറ്റെടുക്കൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. തോന്നുക നമ്മളൊക്കെ വാപ്പാര് ചോര നീരാക്കിയാണ് ഇത് ഉണ്ടാക്കിയത്. നിങ്ങളെ പോലെ തന്നെ ഇതിവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ ചീത്തയൊക്കെ കേൾക്കണം. 22 പ്രസംഗം ഞാൻ വഹാബികൾക്കെതിരെ പ്രസംഗിച്ചിട്ട് ഒരുത്തൻ 50 പൈസ തന്നിട്ടില്ല. ലക്ഷക്കണക്കിന് റുപ്യൻ്റെ കിതാബ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. ലക്ഷക്കണക്കിന്. അത് നല്ല കൂത്തായി. അവനവൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കുമ്പോൾ വഹാബികൾക്കെതിരെ 22 പ്രസംഗം നടത്തിയിട്ട് ഒരാൾ 50 പൈസയും കൊടുത്തിട്ടില്ല. ആരാ തരേണ്ടത്? ആരെന്ന് വാങ്ങേണ്ട ആരെന്ന് വെച്ചാൽ വാങ്ങിക്കളി. ഇപ്പം നിങ്ങൾ ഷിയാക്കളുടെ വിശ്വാസം പ്രചരിപ്പിക്കണില്ലേ? നൂല് പള്ളർച്ച് തരുന്നുണ്ടോ? ഉണ്ടാവും. അതുകൊണ്ടേക്കാരല്ലേ? വല്ലാത്ത മനുഷ്യനായി പോയിട്ടോ. ഡോളർ കൊടുത്തിട്ടാണ് ഡൗൺലോഡ് ചെയ്തത്. കേംബ്രിഡ്ജിൻ്റെയും ഓക്സ്ഫോർഡിൻ്റെ ഒക്കെ സൈറ്റിൽ പോയി അവരുടെ ലൈബ്രറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ഡോളറുകളാണ് കൊടുത്തത്. ഇങ്ങക്ക് അങ്ങനെ ഒരു വിശ്വാസം പ്രചരിപ്പിക്കാനും വഹാബികൾക്കെതിരെ പ്രസംഗിക്കാനും ന്യായമായ കാര്യമാണെന്നുണ്ടെങ്കിൽ ഹദീസും ഖുർആനും മതി. അല്ല ഡോളർ കൊടുത്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പറയണ കേട്ടാല് ഓക്സ്ഫോർഡിന്റെ ഡിക്ഷണറിയും എടുത്തുകൊണ്ടാണല്ലോ ഇവിടെ പിന്നെ ഇസ്ലാം പ്രചരിപ്പിക്കല്. എന്തേലൊക്കെ പറയുന്നേ. എന്നിട്ട് അതിന് കുറെ ഡോളർ കൊടുത്തു. എന്നാൽ ഞാൻ ഡോളർ ആയിരുന്ന ഇനി വാങ്ങിക്കളി, അല്ലെങ്കിൽ പരിപാടികൾ നിർത്തിക്കളി. ഇപ്പോഴും നിങ്ങൾ പ്രസംഗിച്ചല്ലേ? ആ പ്രസംഗത്തിന് ആരാ പൈസ തരുന്നേ? അങ്ങനെ ചെയ്ത് വലിയൊരു അധ്വാനം, അനവധി അധ്വാനത്തിന് കയ്യും കണക്കുമില്ല. എവിടെ എടുക്കാതായപ്പോൾ മൂപ്പര് നിരാശനായിട്ടുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. സാരല്ല, നിങ്ങൾ ആ ശൈലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ആ ഷിയാക്കളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തതെന്നല്ലോ അതാണ് ഒഴിവാക്കി കളി. എന്നാൽ പിന്നെ സമസ്തക്കാരിൽ എടുത്തോളും. അപ്പോൾ ഇത് 2018 ശേഷം ഞാൻ അതിനൊന്നും പോയിട്ടില്ല. സ്വസ്ഥ. പിന്നെ പഠിക്കും. ഇന്നും പഠിച്ചിട്ടുണ്ട്. പഠിക്കണേ. എന്തിനു വേണ്ടി പഠിക്കും? അഹ്ലുസുന്നക്ക് വേണ്ടി പഠിക്കും. അപ്പോൾ വലിയ വലിയ സത്യങ്ങൾ കിട്ടും. ആ സത്യം നിങ്ങളെപ്പോലത്തെ സമൂഹം അംഗീകരിക്കുമ്പോഴത്തേന് കുറേ കാലം കഴിയും. ആ സമയം മുഴുവൻ നമ്മൾ ചെയ്തേക്കും. നിങ്ങൾ പഠിക്കാണ് പറയാണ്, അഹ്ലുസുന്നത്ത് പറയാണ്, അഹ്ലുസുന്നക്ക് വേണ്ടി പഠിക്കാണെന്ന് പറഞ്ഞാലും പഠിക്കണ കാര്യങ്ങൾ ഷിയാക്കൾക്ക് വേണ്ടിയാവുകയാണ്. അലിയാണ് മുന്തിയത്, അലിയാണ് മീതെ, അലിയാണ് വലുത്, ഉമറിനേക്കാൾ വലുത്, ഉസ്മാനേക്കാൾ വലുത്, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവരെക്കാളൊക്കെ ഉത്തമവും അതുപോലെ എല്ലാ കാര്യത്തിലും മീതെ നിൽക്കുന്നത് അലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് നിങ്ങൾ. ആ പോക്കണ നിർത്തിക്കളി. എന്നാ പിന്നെ കുഴപ്പമില്ല. ഒരു ജമാഅത്തിനൊരു പള്ളി കയറുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ മൈൻഡ് തിരക്കിടില്ല. എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും ഒരാൾ കണ്ണിടാനുണ്ട്. പ്രസംഗം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവാനും കേൾക്കാനും ഒക്കെ ഉള്ളതാണ്. അതൊരു സ്വകാര്യം പറയും പോലെ ഇറുക്കി പിടിച്ച സൗണ്ടിൽ പറഞ്ഞാൽ പിന്നെ പൈസ തരാൻ കരുതിയാലും തരൂല. പിന്നെ ആരെങ്കിലും കണ്ണിടാൻ വേണ്ടി നമ്മൾ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മൈൻഡിലേക്ക് എന്നെ അറിയാം. ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എല്ലാം കൂടിയും കണ്ടപ്പോൾ എനിക്കൊരു വിഷമം പോലെ തോന്നി. ഈ സദസ്സിൽ വന്നിട്ട് മൈക്കനാശായാലും എല്ലാം കൂടിയും ചെറിയൊരു വിഷമം പോലെ തോന്നും. അപ്പോൾ പറയാൻ വന്നതൊന്നും ഞാൻ പറയില്ല. എന്നാലും 4 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. നീട്ടൂല. എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നു. ഇവിടെ വന്ന് കയറിയ മുതൽ ഒരു വിഷമം.
അങ്ങനെ പറയില്ല നിങ്ങൾ പറയാൻ കരുതിയൊക്കെ പറഞ്ഞോളി. കാരണം അവിടെ വന്നിരിക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ കേൾക്കുമല്ലോ എന്ന് കരുതിയാണ്ട് വന്നിരിക്കാമല്ലോ. ഓലയും കൂടി വിഷമിപ്പിക്കല്ലേ. നിങ്ങൾ ഏതായാലും വിഷമിച്ചു, അത് വിട്ടളി. ഞാനിത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പണി. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ആവശ്യവും എനിക്കില്ല. ഞങ്ങൾ പറയണതിന് നേരെ എതിര് പറയുന്ന ആളാണ്. അപ്പം നിങ്ങൾ അംഗീകരിക്കൂല. നിങ്ങളെ മുന്നിലിരിക്കണമല്ലോ എന്തായാലും സമ്മതിക്കണം. ഇടക്കിടക്ക് ഓൽക്കെതിരെ നിങ്ങൾ ഇങ്ങനെ പറയും, ഓലാണ് കൊച്ചാക്കും ഒക്കെ ചെയ്യും. ഇതൊക്കെ കേട്ടിരിക്കാനുമാണല്ലോ ഒരു എന്താ ചെയ്യുക. ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിലുമ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയം. നിങ്ങളാരെങ്കിലും വാപ്പാര് സമസ്തക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ കൈവക്കാം. നിങ്ങളാരെങ്കിലും വാപ്പാര് ഭാര്യയുടെ പണ്ടം വിറ്റിട്ട് സമസ്തക്ക് വേണ്ടി കേസെടുത്തിട്ടുണ്ടെങ്കിൽ കൈവക്കാം. എൻ്റെ വന്നാൽ കൈവക്കാൻ പറ്റിയ ആൾ ഞാനാണ്. വല്ല അഭിമാനത്തോടു കൂടി കൈ പൊക്കാണ്. സ്ത്രീധനം കിട്ടിയ പണ്ടം വിറ്റിക്കാണ്ട് സമസ്തനെ വളർത്തി എന്നുള്ളത് വലിയ കാര്യമായി. എൻ്റെ വാപ്പ സമസ്തക്ക് വേണ്ടി മഞ്ചേരി ജയിലിൽ കിടന്നിട്ടുണ്ട്. എൻ്റെ വാപ്പ എൻ്റെ ഉമ്മാൻ്റെ പണ്ടം മുഴുവൻ വിറ്റിട്ട് മഞ്ചേരി കോടതിയിൽ കേസെടുത്തിട്ടുണ്ട് സമസ്തക്ക് വേണ്ടി. അതൊക്കെ അറിയുന്ന ആയിരക്കണക്കായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് കുട്ടിക്കാലത്ത്, ഈ അടുത്ത കാലം വരെ. വാപ്പ നടത്തിക്കണമെങ്കിൽ വാപ്പ സമസ്തയിൽ അടിയുറച്ച് സമസ്തന്റെ വിശ്വാസം നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഓല വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാവും. നിങ്ങൾ ഓലയും തോന്നില്ല മറ്റോലും തോന്നില്ല, രണ്ട് തോണിയിലും കാലിട്ടിട്ട് ഷിയാക്കളെ കാര്യങ്ങൾ പറയാൻ നിന്ന ഓല എങ്ങനെ നിങ്ങൾ അംഗീകരിക്കുക? വാപ്പ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഷിയാക്കളെ വിശ്വാസം കണ്ട് മറിച്ചിടാൻ പറ്റുമോ? വണ്ടൂര് ചേകനൂര് വന്നിട്ട് പ്രസംഗിച്ചു. അപ്പൊ വാപ്പ സമസ്തന്റെ ആളാ. അന്നും മരിക്കുമ്പോഴും സമസ്തന്റെ ആളാ. സമസ്ത എന്ന് പറഞ്ഞാൽ ജീവന. ഏറാട് സമസ്ത ഉണ്ടാക്കിയതൊക്കെ എൻ്റെ വാപ്പ കഷ്ടപ്പെട്ട് ഓടിയതാ. പലർക്കും അറിയാം, എല്ലാവർക്കും അറിയണ സത്യമാണതൊക്കെ. അപ്പൊ വാപ്പ പോയിട്ട് പുത്തുപ്പാടത്ത് അസമുസ്ലേര് വീട്ടിൽ പോയി അസമുലേരെ വിളിച്ചു. എവിടെ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് വേറെ ആളെ പറഞ്ഞേച്ച് നിങ്ങളിൻ്റെ ഒപ്പം പോയി നമ്മ അസമുലേരെ കൂടി കൊണ്ടുവന്നു. അങ്ങനെ ചേകനൂര് പഴയകാലത്ത് 1960 കാലത്ത് ചേകനൂര് കത്തി നിൽക്കുന്ന സമയം 60കളിൽ അങ്ങനെ ചേകനൂര് വണ്ടൂർ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അപ്പോൾ വാപ്പയും അസമുലേരും കൂടെ ബസ്സിന് വന്നിറങ്ങി ഒരു പീടിയൻ്റെ സൈഡിൽ ഇങ്ങനെ കാത്തുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അസമുലേ പറഞ്ഞു, ചേകനൂർ പറഞ്ഞു, ഇനി ചോദിക്കാനുള്ളവർക്കൊക്കെ മുന്നോട്ട് വരാറ്. അപ്പം അസമുലേരും വാപ്പയും കൂടെ മുന്നോട്ട് എന്ന് പീടിയക്കൊലിമില ചേകനൂരിൻ്റെ പ്രസംഗം. മുന്നോട്ട് ചെന്ന് അടുത്തെത്തിയതോടെ നാട്ടുകാരൊക്കെ കണ്ടു. ആരെ? ബാപ്പാനെ അസമുലേരും. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ പെട്രോൾ മാക്സിന് എറിഞ്ഞു. പെട്രോൾ മാക്സ് പൊട്ടി, ഇരുട്ടായി, ഏറി നടന്നു. പിന്നെ പോലീസ് വന്നപ്പോൾ കുറ്റം വരെ തലയിലിട്ടു. കാരണം തലയിലാണല്ലോ ഇവിടെ. അവരൊക്കെ മണ്ടൂർക്കാരാ, ചേകനൂർ പ്രഭാഷകനാ. മുന്നോട്ട് രണ്ടാളും വരുന്നത് നാട്ടുകാരൊക്കെ കണ്ടത്. അപ്പൊ അക്രമികൾ പോലീസിന്റെ FIRൽ ബാപ്പി അസമുലേരുമായി. അതിനാ ജയിലിൽ കടന്നത്. സമസ്തക്കന്ന് ഈ സംവിധാനങ്ങളില്ല, പൈസ ഇല്ല, കഷ്ടപ്പാടിന്റെ കാല. അങ്ങനെയാണ് ഉമ്മാന്റെ പണ്ടം വിറ്റ് കേസെടുത്തിയത്. അപ്പൊ നിങ്ങളൊക്കെ എന്നെ തള്ളിയാൽ ഞാൻ പുറത്തു പോല. നിങ്ങൾ തള്ളിയ ഞാൻ ലോമത്തിന് വലിയ വെക്കൂല. കാരണം ഞാൻ അതിൻ്റെ ആളാണ്. ഞാൻ എൻ്റെ വാപ്പത് നയിച്ചുണ്ടാക്കിയതാണ്. അപ്പൊ ഞാൻ പറയണ വാക്കിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തള്ള ചവിട്ടിയ കുട്ടി ചാവൂല. നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് ഇത് നേരെ പോകാൻ വേണ്ടിയാണ്. നമ്മൾ നേര് മനസ്സിലാക്കണില്ല, നേര് ചിന്തിക്കണില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും മൂപ്പര് കൂടുതലൊന്നും പറയണില്ല. എന്നാ പറയണ എന്താണ്? ആ ഒരു കാര്യം പറയണത് അത് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതാണ്. പിന്നെ എങ്ങനെ? അല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിനൊന്നും നിങ്ങൾ പോരാന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? എനിക്ക് ഈ മജ്‌ലിസിൽ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ മോശമാക്കല്ല, എന്തോ പിശാച് കളിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇപ്പൊ എനിക്ക് വലിയ സുഖമുള്ള ഒരു കാലം. എന്താ ഇപ്പൊ ആരും ആവശ്യമില്ല. സോഷ്യൽ മീഡിയന് മുന്നിലിരുന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് ഞാൻ രാവിലെ നടത്തിയ പ്രസംഗം ചുരുങ്ങിയത് 22,000-3,000 ആള് ഇന്നിപ്പോൾ കേട്ടിട്ടുണ്ടാവും.
പരസ്യങ്ങൾ നടത്തിയപ്പോൾ 22,000 ആൾ കേട്ടു. നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല? ഇതിപ്പോ എന്റെ കറാമത്തല്ല, അങ്ങനത്തെ ഒരു കാലം അല്ലേ? അപ്പൊ നമുക്ക് ഒരു ബാക്കിയുള്ള കാലം എന്ത്? ആരെ സംഘാടകരില്ലെങ്കിലും നമുക്ക് പറയാനുള്ളത് പറയാം, ജനങ്ങളെ ചെവിയിലെത്തും ചെയ്യും. അപ്പൊ കുറെ കാലം അവർ പീഡിയ കൊലയുമ്പോഴും വാട്സപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും. അയാളല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, അയാൾ ഒരു സാമുക്കാണ്, എന്താണ് മറ്റേ വൺ മാൻ ഷോ ആണ്, മറ്റേ മാൻ ഷോ ആണ്, ഇങ്ങനെ അങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയാലോ, അത് നമുക്ക് വിഷയമല്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പറയാം അത് ശരിയായിരുന്നു. എന്തായാലും 6 മാസം കഴിഞ്ഞിട്ട് ശരിയാണ് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ പറയണ്ടേ. എന്നാ പിന്നെ എന്താ പറയാ, അതും കൂടി ഇപ്പൊ തന്നെ മനസ്സിലാക്കിയാക്കാലോ. അപ്പോഴത്തിന് നമുക്കൊരു ശരിയായിരുന്നു എന്ന് പറയണത് സന്തോഷത്തിൽ കേൾക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ അതിനേക്കാളും വലിയ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പറയും മൂപ്പര് അന്ന് പറഞ്ഞത് ശരിയാണെങ്കിലും ഇത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് അന്ന് പറയും. ഇത് തന്നെയാണ് മൂപ്പര് പ്രശ്നം. മൂപ്പര് പറയണൊക്കെ ശരിയാണ്, ബാക്കിയുള്ളവർ പറയണൊന്നും ശരിയല്ല. അല്ലെങ്കിൽ മൂപ്പര് പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവുമ്പോൾ 6 മാസമാവും. അപ്പൊ മൂപ്പര് എന്ത് പറഞ്ഞാലും ശരിയാ. മൂപ്പരെക്കാൾ വലിയ ഔലിയ അന്ന് ലോകത്തില്ല. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ചില തൗഫീഖുകൾ തരും. ഞങ്ങളോടൊക്കെ വളരെ ചിന്തിക്കാൻ വേണ്ടി പറയാം. നമ്മൾ ആരും ചിന്തിക്കണില്ല. ഞാൻ ചിന്തിക്കൂലായിരുന്നു പണ്ട്, ഇപ്പൊ ഞാൻ ചിന്തിക്കുക. ചിന്തിക്കാത്ത കാലത്തെ കുറേ പ്രസംഗങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ പ്രസംഗത്തിന്റെ ശകലങ്ങളൊക്കെ ചില ആളുകൾ നിങ്ങളല്ലേ എങ്ങനെ പറഞ്ഞു, നിങ്ങളല്ലേ എങ്ങനെ പറഞ്ഞു, നിങ്ങളല്ലേ എങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് ഒഴുക്ക. ഇന്നങ്ങനെയല്ല, ഇന്ന് ഞാനത് ആലോചിക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു മനുഷ്യൻ പ്രസംഗിച്ചാൻ വന്നു കാണ്ടേ വെറുതെ എന്തൊക്കെയോ നാട്ടാർത്താനും പറഞ്ഞ് കുത്തിരിക്കാണ്. പറയാൻ കരുതിയ കാര്യം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം, അതാ മുന്നിലിരിക്കുന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് മൂപ്പർക്ക് അറിയാം. അതാണ് പറഞ്ഞാൽ പോവാണെങ്കിൽ കുഴപ്പമില്ല. അത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ നീട്ടിക്കൊണ്ടുപോവാ. എന്തെന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഞാൻ പറയാവുന്ന ഒരു കാര്യം എന്തെന്നാൽ, സമസ്ത എന്ന് പറഞ്ഞാൽ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തക്ക് അഭിമാനം പറയാൻ ഒന്നുമില്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഒരു അഭിമാനവും സമസ്തക്കില്ല. അത് നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണല്ലോ. പിന്നെ എങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക? ഈ ശിർക്കും കുഫറും മാത്രം പ്രചരിപ്പിക്കുന്ന സമസ്തക്കാർക്ക് എന്താ അഭിമാനം ഉണ്ടാവുക? സമസ്ത ഒരു പുരോഗതിയും ഉണ്ടാക്കിയിട്ടുമില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്ത് പുരോഗതി? ഒരു പുരോഗതി നിങ്ങൾ പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് ആൾക്കാരാണ് നശിപ്പിച്ചു, ശിർക്കിലേക്കാണ് കൂപ്പ് കുത്തിച്ചു, അത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ. നരകത്തിന്റെ വഴിയാണ് കാണിച്ചു കൊടുത്തിട്ട് നരകത്തിലേക്കാണ് തള്ളിയിട്ടു. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞു ശരിയാ. എന്നാൽ സമസ്ത ചെയ്തിട്ടില്ലേ? ചെയ്തു. സമസ്തക്കല്ലാതെ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാര്യം സമസ്ത ചെയ്തത് അധോഗതിയുടെ തോത് കുറച്ചു എന്നത് മാത്രമാണ്. ഒന്നും കൂടി പറയാം, സമസ്തയില്ലായിരുന്നെങ്കിൽ അധോഗതി ഇങ്ങനെ ആവുമായിരുന്നില്ല. എവിടെയെത്തും? സമസ്ത പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് എന്ന് ആര് പറഞ്ഞാലും തെറ്റാണ്. അത് സമസ്തയുടെ പ്രസിഡന്റ് പറഞ്ഞാലും അത് ചിന്തയില്ലാതെ പറയാണ്. ഒന്നും വിചാരിക്കരുത്. എന്താ ഈ മനുഷ്യന് സംഭവിച്ചത്? സമസ്ത പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ മൂപ്പര് വാപ്പ പണിയെടുത്താണ്ട് സ്വർണം വിറ്റു പണിയെടുത്തു എന്ന് പറഞ്ഞത് അതൊക്കെ വെറുതായില്ലേ? പിന്നെ എങ്ങനെ സമസ്തക്കാർ മൂപ്പരെ അംഗീകരിക്കുക? ഇങ്ങനെ പറഞ്ഞാൽ മൂപ്പരെ വാപ്പനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂപ്പരെ അംഗീകരിക്കുവോ? പ്രസിഡന്റ് ഉദാഹരണം, പ്രസിഡന്റ് വിമർശിക്കല്ല, ചിന്തിക്കാതെ പറയാം. സമസ്ത എന്ന് പറഞ്ഞ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല. അധോഗതി വന്നപ്പോൾ അധോഗതിയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒന്നുകൂടി പറയാം. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? പറയാം. എന്തിനു ദേഷ്യം? ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളെ മുന്നിൽ വന്നിരിക്കുമ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ പറയാന്ന് അറിഞ്ഞിട്ടല്ലേ വരിക. ഞാനിങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. സമസ്ത നവോത്ഥാനത്തിന്റെ പ്രസ്ഥാനമാണ്. അബ്ബാക്ക് 100% തെറ്റ. സമസ്ത ഒരു നവോത്ഥാനവും നടത്തിയിട്ടില്ല. നടത്താൻ നിർത്തക്കൊണ്ട് പറ്റൂല. അതിപ്പോ കേരളം മൊത്തത്തിൽ അംഗീകരിച്ചൊരു കാര്യം തന്നെയാണ്. നവോത്ഥാനം കാര്യങ്ങളൊക്കെ ഒരു മുന്നോട്ട് കുതിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനം എന്ന് എല്ലാവർക്കും അറിയാം. സമസ്തനെ കൊണ്ടത് കഴിയൂല, ഇങ്ങോട്ട് കഴിയാൻ പോണില്ല, ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടുമില്ല. അത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പിന്നെ ഇപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് നിൽക്കണ്ടേ. ഇതുമില്ല. ഇവിടെ സ്വഹാബത്ത് പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത്
അത് പുരോഗതിയായി തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നിലനിന്ന് പോന്നിട്ടും ഉണ്ട്. സമസ്തയായി ഒന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തൻ്റെ നേതാക്കന്മാർ ബുദ്ധിമാന്മാരായിരുന്നു. അവർ ഒരു പുരോഗതിക്ക് വേണ്ടിയും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ അവർ ചെയ്തത്? ഒരാൾ പോലും വഹാബിയൽ ഇല്ലാത്ത ഒരു നാട്ടിൽ KM മൗലവിയും KM സിദി സാഹിബും അടക്കമുള്ള ആളുകൾ വഹാബിയത്തെ കുഴിച്ചിട്ടു. അപ്പോൾ കുറെ ആളുകൾ ആ മല്ലിൽ പെട്ടുപോയി. ജനം അധോഗതിയിലേക്ക് വീഴുക. വല്ലാത്തൊരു മനുഷ്യന് കളവ് പറഞ്ഞതിലൊരു പരിധി. വഹാബികളിലേക്ക് അധപ്പതിച്ചു പോകാൻ ഈ മനുഷ്യന്മാര് എപ്പോഴാണ് സമസ്ഥാന സംഘടന ഉണ്ടാക്കിയതെന്ന് ഓൽക്കന്നെ അറിയാത്ത കോലം. ഈ പറഞ്ഞ കേരള ജമിയത്തുൽ ഉലമയിന്ന് തെറ്റിപ്പോകുന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇവര്. എന്നിട്ട് കുറ്റായിരിക്കാൻ മുജാഹിദീങ്ങൾക്ക്. കളവ് പറഞ്ഞതിന് വേണ്ട ഒരു പരിധി. ഇത് മഹാന്മാർ മനസ്സിലാക്കി. അപ്പോൾ അവർക്കറിയാം ഈ അധോഗതിയെ മാറ്റി പുരോഗതിയാക്കാൻ ഖിയാമത്ത് നാൾ വരെ കഴിയൂല. എന്തുകൊണ്ട്? തതജാറാ ബിഹിമുൽ അഹ്വാഉ കമാ യതജാറൽ കലബു ബിസാഹിബിഹി. പേപ്പട്ടി വിഷം പേപ്പട്ടി കടിച്ചവനിൽ സ്വാധീനിക്കുന്നത് പോലെ അഹ്വാ സ്വാധീനിക്കുന്ന ജനതയായിരിക്കും അന്ത്യനാളിൽ വരിക. അതിവിടെ കുഴിച്ചിട്ടത് KM മൗലവിയും ലീഗ് ഉണ്ടാക്കിയ KM സിദി സാഹിബാണ്. ഇപ്പൊ ഈ പറഞ്ഞ മനുഷ്യൻ തന്നെയാണ് ലീഗിന്റെ കൊടി സ്വർഗത്തിലേക്കുള്ള നറാണ്. ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കുള്ള കോണിയാണ്. ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ ലീഗ് ഉണ്ടാക്കിയ സിദി സാഹിബാണ് എന്ന് പറഞ്ഞ് അയാളെയും കുറ്റം പറഞ്ഞു, ലീഗിനെയും കുറ്റം പറയണത്. രണ്ടും ഗെയിം പുറത്തു പറയണ്ട. ഇതൊന്നും പറയുന്ന ഇഷ്ടമില്ലാത്ത മൂല്യന്മാരെ കാലത്ത് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഓർക്ക് പറ്റിയത് നമ്മൾ പറയണം. അതിന് ഓൻ്റെ ബാപ്പാൻ്റെ അവിടെ നിന്നാവണ്ടേ നമ്മളെ ചെലവ്. ഈ ഓൻ്റെ വാപ്പ എന്നുള്ള പ്രയോഗം ആർക്കെതിരെയാണ് നിങ്ങൾ പ്രയോഗിച്ചതെന്ന് മനസ്സിലായില്ല. ശംസുൽ ഉലമ അടങ്ങുന്ന സമസ്തന്റെ നേതാക്കന്മാരെയാണോ ആരെയാണ് നിങ്ങൾ ആ പ്രയോഗിച്ചത് ഓൻ്റെ വാപ്പാന്ന്? അല്ലല്ലോ, നയിച്ചിട്ട് എന്താ പേടി? പിന്നെ മരിക്കാൻ നടക്കണമെന്ന് ജീവിക്കാൻ എന്താ കൂടി? ജീവിതം അനുഭവിച്ചില്ലേ? എത്ര കാലം അനുഭവിച്ചു? അപ്പൊ ഒന്നും കൂടി പറയാം. സമസ്ത പുരോഗതി ഉണ്ടാക്കി എന്ന് സമസ്ത പ്രസിഡന്റ് പറഞ്ഞാൽ പോലും അത് അന്തല്ലാതെ പറയാം. അങ്ങനത്തെ പ്രസംഗങ്ങളാണ് ഇപ്പൊ സമസ്ത സൈറ്റിൽ നടക്കുന്നത്. അത് 100% തെറ്റാണ്. ഇത്രത്തോളം സമസ്തനെ കുറ്റം പറഞ്ഞാണ്ട് പിന്നെ സമസ്തക്കാർ പുറത്താക്കി ഞാൻ പുറത്താവില്ല എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമുള്ളത്? സമസ്ത പുരോഗതിക്കുണ്ടാക്കിയ സംഘടനയല്ല, അധോഗതിയുടെ തോത് കുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. ഒരാള് വഹാബി ഇല്ലാത്ത നാട്ടിൽ വഹാബിയത്തനെ കുറിച്ചിട്ട് പിന്നെ അഹ്വാ കലബ് പേപ്പട്ടി കടിച്ചവനിൽ കലബ് നടക്കും പോലെ ഹവക്ക് വഴിപ്പെട്ടവരെ കാലമാണ് 20-ാം നൂറ്റാണ്ട്. അതിലാളുകളുണ്ട് കൂടി. ചില്ലറ മാസങ്ങൾ കൊല്ലങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് വഹാബികളാണ് വന്നു. അപ്പോൾ നോക്കിയിരുന്നാൽ മതിയാവില്ല എന്ന് വിചാരിച്ചു. ആര്? 925 ജൂൺ മാസത്തിൽ ഒരു കൂടിയാലോചന കൂടിയിട്ടുണ്ട്. 925 ജൂണിൽ. 926 ജൂണിലാണ് സമസ്ത ഉണ്ടാക്കുന്നത്, സംഘടനയാണ്. അപ്പോഴത്തേന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും എന്തൊക്കെ ചെയ്യേണ്ടത് കൂടി അതിൻ്റെ പേര് ഓട്ടവും പാച്ചിലും ഉറക്കല്ലാത്ത രാത്രികൾ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിയമങ്ങളും രീതികളും ഇവർക്കെതിരാണ്. ഐക്യസംഘം ഉണ്ടാക്കിയത് 1922 അത് എറിയാട്ടുകാരാണ്. കൊടുങ്ങല്ലൂർ എറിയാട്ടുകാരാണ് അന്നും ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മുതലാളിമാരാണ്. അവരെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ നിയമജ്ഞനാണ് ആര്? KM സിദി സാഹിബ്. മറ്റേ ആൾ പിടുത്തുകാരനാ. ആര്? KM മൗലവി തിരുവങ്ങാടിക്കാരനാ. പക്ഷെ അയാൾ മറ്റൊരു നാട് വിട്ടു. അപ്പൊ അയാൾക്ക് അവിടെ സാഹചര്യം ഉണ്ട്. അവിടെ പുരോഗമനവാദികളുണ്ട്. മുതലാളിമാരല്ലേ, മുതലാളിമാർക്ക് സ്വാഭാവികമായും എന്തിനാണ് താല്പര്യം? പുരോഗമനത്തില. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സമസ്ത ഉണ്ടാക്കുമ്പോൾ 926 27 മുതൽ മദ്രാസ് ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീൽ സി സാഹിബ.
അയാളോടെ പടപെട്ടത്. അയാളാരാ? ഐക്യസംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. എന്തായാലും ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ സമസ്ത കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരു വസ്തുവിന് കൊള്ളാത്തൊരു സംഘടനയായി മാറി എന്നുള്ള തന്നെയാണ്. അതിൽ നിൽക്കുകയാണ്, അതിന് പുറത്താണെന്നൊക്കെ പറയണത് മൂപ്പരെ കൊണ്ട് പറയാൻ കഴിഞ്ഞത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഉള്ളിലോട്ട് നിർത്തൂല, എന്നാ പുറത്തൊക്കെ ഇടാനോട്ട് പറ്റൂല എന്ന മാതിരി ഓലും കുടുങ്ങും നിങ്ങളും കുടുങ്ങും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.